16-ാം തീയതി മറുനാടൻ മലയാളി എന്ന ചാനലിൽ സജ്ന നൂർ എനിക്കെതിരെ വളരെ വിവാദമായിട്ട് വലിയൊരു അലിഗേഷൻ. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. MDM ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉടനെ ദിയാൻ്റെ അടുത്ത് എന്ന് പറയുന്നതാ, സജ്ന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന്. സജ്ന ലാസ്റ്റ് വീക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്ത് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 9 ആഴ്ച പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റാണ്. അത് അവരുടെ ഫോണിനകത്തുള്ള അവരുടെ പേഴ്സണൽ ഫോട്ടോ ആണ്. നമുക്കറിയാം അവരുടെ പേഴ്സണൽ ഫോട്ടോ. അവർ ഫോട്ടോ കാട്ടി തന്നിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ വട്ടാക്കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ആ ഫോട്ടോ അവരുടെ എഡിറ്റിംഗ് രീതിയാണ്. അവരുടെ എഡിറ്റിംഗ് സ്റ്റൈൽ, അവരുടെ മുന്നോട്ടുള്ള വീഡിയോകള് റീൽസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. എന്താ ഉറക്കം വരുന്നു. അവര് ഫെബ്രുവരി 18-ാം തീയതി ഇടുന്ന അവരൊരു പോസ്റ്റ് ആദ്യമായിട്ട് ഇട്ടു. പ്രഗ്നൻസി കിറ്റിന്റെ ഒരു ഫോട്ടോ ആയിരുന്നു അവരിട്ടിരുന്നത്. അയ്യോ ഞാനോ മനസാ വാചാ കർമ്മണാ വേണ്ട. റസൽ പൂക്കുറ്റിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡായിരുന്നു അത്. അയാളെ ആദ്യത്തെ സമയം ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവൾ ഉപയോഗിച്ച വെപ്പനായിരുന്നു. ആര്? ഞാനോ? അതെ, താൻ തന്നെ. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചെന്നോണോ പറയരുത് ദിവസം. രണ്ടാമത്തെ ദിവസം ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 28-ാം തീയതി അവളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ഇവർ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു ഫോട്ടോ ഇട്ടിരുന്നു. ആ ഫോട്ടോയില് ഇത് ക്യാപ്ഷൻ വിവാഹിതരാവാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അന്ന് നീലക്കോയില് പോലുള്ള ഓൺലൈൻ ചാനൽസുകൾ ആ പോസ്റ്റർ ഇട്ടിട്ട് അവര് ഡിലീറ്റ് ചെയ്തു. അവരടുത്ത് അന്വേഷിച്ചപ്പോ പറഞ്ഞത് അവരിത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവർ തന്നെയാണ് ഇടാനും പറഞ്ഞിരുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഞാൻ MDMA ഉപയോഗിച്ചു, ഞാൻ MDMA കൊടുക്കാൻ പ്രേരിപ്പിച്ചു, കൊടുത്തു, ഡീലറാണ്, തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ എനിക്കെതിരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നീ എങ്ങാനും ഞാൻ സജ്നയുടെ വീട്ടിൽ പോകുന്നത് റസൽ പൂക്കുറ്റി വിളിച്ചിട്ട് അവൾക്ക് പ്രശ്നമുണ്ട്, അവള് സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അവരുടെ വീട്ടിൽ പോകുന്നത്. അല്ലാത്ത ഒരു സമയങ്ങളിലും ഞാൻ അവരെ വീട്ടിൽ പോയിട്ടില്ല, അവരെ കണ്ടിട്ടില്ല. സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന് എന്നെ ക്യാരിയർ ആക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഡ്രഗ്സിനെതിരെ സംസാരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് ഞാൻ. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഇത് വെള്ളരിക്ക പട്ടണമല്ല. ഡ്രഗ്സിനെതിരെ സംസാരിക്കാണ്. ഇന്നും ഡ്രഗ്സിനെതിരെ സംസാരിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും എന്ത് ചലഞ്ചിന്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. മാനസിക രോഗം പിടിച്ചിട്ട്, പ്രാന്ത് പിടിച്ചിട്ട്, കുറെ റിലേഷൻഷിപ്പും കുറെ ആണുങ്ങളുമായിട്ട് കുറെ ബന്ധങ്ങളും ഉണ്ടാക്കി എല്ലാ ആളുകളെയും ഫ്രോഡാക്കി, ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എല്ലാ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ആളുകളുടെ തട്ടിപ്പും നടത്തി, വെട്ടിപ്പും നടത്തി, സമൂഹത്തിന് നാണക്കേടും ഉണ്ടാക്കി, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി, കുട്ടികളുടെ ഭാവിയെ കളഞ്ഞ്, സ്വന്തം ഭർത്താവിന് കൊച്ചിനെ പോലും കൊടുക്കാൻ നടക്കുന്ന ഇത്രയും വലിയൊരു ഫ്രോഡാണ് ഈ സ്ത്രീ എന്നുള്ളത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും.